ശാനന്ദ് കൊച്ചുകൂടി ഇപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ എൻ്റെ ഫോൺ ചാർജ് ചെയ്തു. എൻ്റെ ഫോൺ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഏഷ്യാനിലെ ഡൽഹി മാധ്യമപ്രവർത്തന കാലത്തെ ഒരു ഉത്തരേന്ത്യൻ മാധ്യമ സുഹൃത്ത് ഈ എന്താണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു എന്ന ആ വാർത്ത വന്നു തുടങ്ങുമ്പോൾ ഇസ് ഇറ്റ് ട്രൂ എന്ന് പറഞ്ഞാൽ അയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പത്മജ നേരിട്ടറിയാവുന്ന മാധ്യമപ്രവർത്തകനല്ല, ഉത്തരേന്ത്യക്കാരനാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ദീർഘകാല മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകൾ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളത് BJP മനസ്സുള്ള മാധ്യമപ്രവർത്തകന് അത്ഭുതമായി തോന്നുന്നു. എന്ന് പറഞ്ഞാൽ പത്മജയുടെ അങ്ങോട്ടേക്കുള്ള വരവ് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ജനങ്ങളുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ കിട്ടിയ മുകുന്ദപുരമടക്കം കിട്ടിയ സീറ്റിൽ പരമദയനീയമായി തോറ്റതാണോ എന്നതിനൊക്കെ അപ്പുറം ഒരു പ്രൊപ്പഗണ്ട മെറ്റീരിയലാണ്. എന്നാലും തർക്കമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇന്നിപ്പോൾ ഇന്ത്യ ടുഡേയുടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചത് ഇത് രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനിയെ നിർത്തിയതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയാണോ BJP-യുടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്മൃതി ഇറാനി പോയിട്ട് കേരളത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് വലിയ തോൽവി ഏറ്റുവാങ്ങിയ ഒരാളാണ് പത്മജ. തൃശ്ശൂർ പോലെ 25 വർഷം തുടർച്ചയായിട്ട് തേറമ്പിൽ രാമകൃഷ്ണൻ മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലത്തിൽ അവരെ നിർത്തിയിട്ട് അവരാദ്യം തോൽക്കുന്നു, കഴിഞ്ഞ തവണ വീണ്ടും തോൽക്കുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇനിയിപ്പോൾ സ്മൃതി ഇറാനി പോയിട്ട് ഈ കൈപ്പത്തി ചിഹ്നത്തിൽ കേരളത്തിൽ പച്ചപിടിക്കാത്ത ഒരാൾ എങ്ങനെയാണ് താമര ചിഹ്നത്തിൽ ജയിക്കുക? അത് ഒന്ന് വെറുതെ ആലോചിച്ചാൽ മതി. പക്ഷേ ഉത്തരേന്ത്യയിൽ അതൊരു പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്. ഉത്തരേന്ത്യയിൽ അനിൽ ആൻ്റണി, ഇപ്പോൾ കേരളത്തിലെ BJP നേതാക്കൾക്ക് അനിൽ ആൻ്റണിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷേ ഉത്തരേന്ത്യയിലെ BJP നേതാക്കളാണല്ലോ ഇവിടെ അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിൽ കൊണ്ടുപോയി നിർത്തിയത്. പത്തനംതിട്ടയിൽ ഇപ്പോൾ PS ശ്രീധരൻപിള്ളയെ നിർത്തിയിരുന്നെങ്കിൽ അവിടെ ഓർത്തഡോക്സ് വോട്ട് കിട്ടും, നായർ വോട്ട് കിട്ടും, ഈഴവ വോട്ട് കിട്ടും, അവിടെ ത്രികോണ മത്സരമാവും, ചിലപ്പോൾ BJP ജയിച്ചേനെ. പക്ഷേ എന്താണ് അവർ ചെയ്തത്? BJP-യുടെ ചാണക്യന്മാർ എന്നാണല്ലോ അറിയപ്പെടുന്നത്. ചാണക്യന്മാർ അവിടെ അനിൽ ആൻ്റണിയെ കൊണ്ട് നിർത്തി. അവിടെ PC ജോർജിനെ നിർത്തിയില്ല, ഷോൺ ജോർജിനെ നിർത്തിയില്ല, കഴിഞ്ഞ തവണ മത്സരിച്ച് K സുരേന്ദ്രനെ നിർത്തിയില്ല, എന്നിട്ട് അനിൽ ആൻ്റണിയെ കൊണ്ട് നിർത്തി. അപ്പോൾ BJP-യുടെ ഒക്കെ ഒരു സ്ട്രാറ്റജി നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അവർ ഉത്തരേന്ത്യയിൽ ക്യാമ്പയിൻ മെറ്റീരിയൽ കഴിഞ്ഞ തവണ വയനാട് രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചതിന് ഉത്തരേന്ത്യയിലാണ് BJP അത് വിറ്റ് കാശാക്കിയത്. അതുപോലെയുള്ള ചില കാര്യങ്ങൾ BJP-ക്ക് കരുണാകരൻ്റെ മകൾ ആൻ്റണിയുടെ മകൻ എന്ന് പറയാനുള്ള പ്രൊപ്പഗാൻഡ മെറ്റീരിയലൊക്കെയാണ്. പക്ഷേ കേരളത്തിൽ ഈ പത്മജ പോകുന്നത് വഴി ഇപ്പോൾ CPM-നിവിടെ ശ്രീ നിതിൻ കാണിച്ചേരി പറഞ്ഞതുപോലെ CPM-നിവിടെ മുസ്ലിം വോട്ടർമാരെ കാണിച്ചുകൊണ്ട് അത് ഇങ്ങനെ ഈ പണ്ട് കരുണാകരൻ തന്നെ ചെയ്തിരുന്നത് പോലെ ഒന്ന് കണ്ണിറുക്കണം. ഈ മുസ്ലിം വോട്ടർമാരെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന ചില പ്രസ്താവനകൾ അതവർക്ക് മനസ്സിലാവണം എന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ ഒന്ന് കണ്ണിറുക്കിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ഇത് അവരെ ലക്ഷ്യം വെച്ചാണെന്ന് മനസ്സിലാവണല്ലോ. ഇപ്പോൾ ഇവിടെ 3ാം സ്ഥാനത്താണ് കോൺഗ്രസ് പോകുന്നത് എന്നൊക്കെ പണ്ട് ഉമ്മൻചാണ്ടി ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ, നെയ്യാറ്റിൻ്റെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു അന്നത്തെ CPM നേതാക്കളൊക്കെ പറഞ്ഞത്. നിതിൻ കണിച്ചേരിക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അന്നത്തെ വിഷ്വൽസ് ഒക്കെ ഒന്ന് പോയി കാണണം. പക്ഷെ അന്നുകൊണ്ടേ അക്കാലം ഇപ്പം TN പ്രതാപൻ തൃശ്ശൂരിൽ UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞപ്പോഴേക്കും ഉണ്ടായ പുകിൽ നമ്മൾ കണ്ടതാണ്. പ്രതാപൻ തിരുത്ത് വരെ ചെയ്തു. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം.